മക്കളെ സ്നേഹിക്കുന്നവരാരും സുവിശേഷത്തിന് എതിരെ നിൽക്കല്ലേ. എതിർത്ത് നിന്നുകൊണ്ട് എന്ത് പ്രയോജനം? മക്കൾ പാപത്തിൽ വീണ് നശിച്ചു പോയതല്ലാതെ നിന്റെ ജീവിതത്തിൽ രൂപാന്തരമല്ല നാശം അത്രേ സുവിശേഷത്തിന് എതിർക്കുന്നവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. അവൻ സത്യദൈവവും നിത്യജീവനുമാകുന്നു. എന്നാൽ യേശുക്രിസ്തു ലോകാവസാനത്തിൽ ഭൂമിയിലേക്ക് കടന്നു വരികയാണ്. ആരാണ് ഈ യേശുക്രിസ്തു? പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞല്ലോ, ദൈവം തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചു. അപ്പോൾ ആരാണ് യേശുക്രിസ്തു എന്ന് പറയുമ്പോൾ അവനെ പറ്റി വചനം പറയുന്നു, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. അവൻ ആദിയിൽ ദൈവത്തോടു കൂടിയായിരുന്നു, സകലവും അവൻ മുഖാന്തരം ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. പ്രിയപ്പെട്ടവരെ, ദൈവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടായി വന്നവൻ ദൈവമല്ല, ഉണ്ടാക്കപ്പെട്ടവൻ ദൈവമല്ല. അവൻ അനാദികാലം മുതൽ ഉള്ളവനാണ്. അവനെ ആരും സൃഷ്ടിക്കുവാൻ പാടില്ല. സൃഷ്ടിയല്ലാത്തവനാണ് ദൈവം. അവൻ അനാദികാലം മുതലുള്ളവനാണ്, ആരംഭവും അവസാനവും ഇല്ലാത്തവനാണ്. അവൻ ദ്രവിച്ചു പോകാത്തവനാണ്, നമുക്ക് വാക്ക് തരുന്നവനും പാലിക്കുന്നവനും. ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചവനും ആരോ? അവനാകുന്നു ദൈവം. അതാകുന്നു ഞങ്ങൾ പ്രസംഗിക്കുന്ന സത്യദൈവമായിരിക്കുന്ന യേശുക്രിസ്തു.